ഒരു മനുഷ്യനെ എങ്ങനെ പരമാവധി മാനസികമായി വേദനിപ്പിക്കാൻ കഴിയും? ഒറ്റ ഉത്തരമേ ഉള്ളൂ: അവരെ ഒഴിവാക്കുക, അങ്ങേയറ്റം അവഗണിക്കുക. അങ്ങനെ ഒരു പെൺകുട്ടിയെ മരണക്കയത്തിലേക്ക് തള്ളിവിട്ട ഒരു നരാധമന്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയതിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ജനുവരി 21 കമലേശ്വരത്ത് നിന്ന് നാടിനെ നടുക്കിയ വാർത്ത പുറം ലോകം അറിയുന്നത്. ആര്യൻകുഴിക്ക് സമീപം ഷാദി ഗാർഡൻസിൽ SL സജിത, മകൾ ഗ്രീമ എന്നിവർ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചു. കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിൽ തങ്ങൾ സൈനൈഡ് കഴിച്ചു മരിക്കുന്നുവെന്ന സജിത സന്ദേശം അയച്ചിരുന്നു. വിവരം അന്വേഷിച്ച് വീട്ടിലെത്തിയ ബന്ധുക്കൾ കണ്ടത് സോഫയിൽ കൈകൾ കോർത്ത് കിടന്ന മൃതദേഹങ്ങളാണ്. മകൾ ഗ്രീമയുടെ വിവാഹ ബന്ധത്തിലുണ്ടായ വിള്ളലുകളാണ് ഇരുവരും ജീവനൊടുക്കാൻ കാരണമെന്ന് ബന്ധുക്കൾക്ക് അറിയാമായിരുന്നു. പിന്നീട് വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കുറിപ്പിലും ഇത് തന്നെയാണ് എഴുതിയിരുന്നത്. ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ നിരന്തര പീഡനമാണ് ജീവനെടുക്കാൻ കാരണമെന്ന് കുറിപ്പിൽ വിവരിക്കുന്നു. പിന്നാലെ പോലീസ് വിഷയത്തിൽ ഇടപെടുന്നു. അയർലൻഡിലായിരുന്ന ഉണ്ണികൃഷ്ണനെ അന്ന് നാട്ടിൽ കണ്ടിരുന്നു. മുംബൈയിൽ നിന്ന് അയർലൻഡിലേക്ക് കടക്കാൻ ശ്രമിച്ച ഉണ്ണികൃഷ്ണനെ പോലീസ് ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ഗ്രീമയുടെ ബന്ധുക്കളുടെ മൊഴിയിൽ നിന്ന് ഒരു ചടങ്ങിൽ വെച്ച് അമ്മയും മകളും അപമാനിതരായെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. 6 വർഷത്തെ വിവാഹ ബന്ധത്തിനിടെ ഗ്രീമയ്ക്കൊപ്പം വെറും 54 ദിവസമാണ് ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞത്. ഗ്രീമയുടെ വീട്ടിൽ വന്നതാകട്ടെ ഒരു തവണ മാത്രം. ഉണ്ണികൃഷ്ണൻ അയർലൻഡിൽ പോയതിന് ശേഷം ഗ്രീമയെ തന്ത്രപരമായി ഒഴിവാക്കി. പഠനത്തിൽ ശ്രദ്ധിക്കാനായി മാറി നിൽക്കുകയായിരുന്നുവെന്ന തൊടുന്യായമാണ് അന്ന് പറഞ്ഞത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ഉണ്ണികൃഷ്ണന്റെ കുടുംബം പാടെ നിഷേധിച്ചു. കുറ്റമെല്ലാം അമ്മ സജിതയുടെ തലയിൽ കെട്ടിവെച്ചു. മകളോടുള്ള അമിത വാത്സല്യമാണ് കുടുംബം തകരാൻ കാരണമായതെന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണനും ഗ്രീമയും ഹണിമൂൺ പോയ സമയം പോലും സജിത ഇടയ്ക്കിടെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുമായിരുന്നുവെന്നാണ് ഉണ്ണികൃഷ്ണന്റെ അമ്മയും സഹോദരനും ആരോപിച്ചത്. എന്നാൽ കഥയിലെ ട്വിസ്റ്റ് മറ്റൊരു കണ്ടെത്തലിൽ നിന്നാണ് ഉണ്ടായത്. ഉണ്ണികൃഷ്ണൻ ഒരു സ്വവർഗാനുരാഗിയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഇയാളുടെ വാട്സപ്പ് ചാറ്റുകൾ അതിന് തെളിവായി. ചില പ്രത്യേക ആൺകൂട്ടായ്മ ഗ്രൂപ്പുകളിലും ഇയാൾ സജീവമായിരുന്നുവെന്ന് കണ്ടെത്തി. പിന്നീടുള്ള അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണന് ആണുങ്ങൾക്കൊപ്പം സമയം പങ്കിടാൻ കൂടുതൽ താല്പര്യമുണ്ടെന്നും പോലീസ് കണ്ടെത്തി. വിദേശത്ത് PhD ചെയ്യുമ്പോൾ ഗ്രീമയെ അകറ്റി നിർത്തിയ സമയം തന്നെ ഇയാൾ ആൺ സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്തിരുന്നു. ഗ്രീമയോട് സ്നേഹമോ മനുഷ്യത്വമോ ഉണ്ണികൃഷ്ണന് ഉണ്ടായിരുന്നില്ല. ആവശ്യത്തിലേറെ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചിട്ടും തൻ്റെ സ്വഭാവം മറച്ചു വെച്ചു. ഗ്രീമയുടെ അച്ഛൻ്റെ മരണത്തിന് പോലും വരാനോ ഫോൺ ചെയ്യാനോ മനസ്സ് കാണിച്ചില്ല. എപ്പോഴും അവഗണിച്ചു. അവസാനമായി കണ്ട ദിവസം പോലും. സംഭവത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള ബാധ്യത ഇവിടുത്തെ പോലീസിനും നിയമ സംവിധാനങ്ങൾക്കുമുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.